അതിലേക്ക് വരാം. പക്ഷെ അതിനേക്കാൾ ദോഷകരമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുകയും ചെയ്യുമല്ലോ. അത് ഗുണമോ ദോഷമോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ. ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, താങ്കൾ എങ്ങനെ കാണുന്നു? എന്തായാലും ഈ ചർച്ചകൾ നടന്നിട്ടുണ്ട്, തീരുമാനവും ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ UDF-ലേക്ക് ജോസ് കെ മാണി വരാതിരുന്നാൽ അതെന്തെങ്കിലും അത്ഭുതകരമായ മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷേ ഇത് എങ്ങനെ ജോസ് കെ മാണിക്ക് വിശദീകരിക്കാൻ കഴിയും? UDF-ലേക്ക് വരുന്നതിനെ എന്ത് കാരണം പറയും? ജോസ് കെ മാണി എന്ത് കാര്യങ്ങൾ LDF-ൽ പറഞ്ഞാലും അത് സാധിച്ചു കിട്ടാറുണ്ട്. സീറ്റിൻ്റെ കാര്യത്തിൽ പോലും ഏറ്റവും അവസാനം ഇപ്പോൾ വേണമെങ്കിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും അത് നടപ്പിലാക്കണമെന്നുമൊക്കെ ആവശ്യപ്പെടാം. പക്ഷേ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതേക്കുറിച്ചുള്ള പരാമർശം നടത്തിക്കഴിഞ്ഞു. പിന്നെ എന്ത് കാരണം പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണിക്ക് മുന്നണി വിട്ട് UDF-ലേക്ക് വരാൻ കഴിയും? അതൊരു സമസ്യയല്ലേ? ഈ കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു സാധ്യതയുടെ കലയായിട്ടാണ് രാഷ്ട്രീയത്തെ ഇവിടുത്തെ നേതാക്കന്മാരും പാർട്ടിയുടെ അണികളുമെല്ലാം കാണുന്നത്. ധാർമ്മിക മൂല്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വാദോരാതെ പറയുമെങ്കിലും ഇത് പലപ്പോഴും സംഭവിച്ചിട്ട് കാണില്ല എന്ന് വേണമെങ്കിൽ പറയാം. 1979 LDF രൂപീകരണം ചെയ്ത പശ്ചാത്തലത്തിൽ അന്ന് ഈ മാണി ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് ഇതിൻ്റെ ഒരു പാർട്ടായിരുന്നു LDF-ൻ്റെ. EK നായനാർ ഭരണത്തിൽ വന്ന 80-ൽ 21 മാസം കഴിഞ്ഞപ്പോൾ ആദ്യം പുറത്തോട്ട് പോയത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും പിന്നീട് കോൺഗ്രസിൻ്റെ ഒരു ഭാഗമായിരുന്ന ആൻ്റണി ഗ്രൂപ്പുമായിരുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് അന്ന് ഞങ്ങൾ പുറത്ത് പോവുകയാണ് എന്ന് പറഞ്ഞ ഒരു കത്ത് കൊണ്ടുവന്ന് EK നായനാരുടെ സെക്രട്ടേറിയറ്റിൽ കൊണ്ട് കൊടുക്കുന്നൊരു സമയം അന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന പത്രങ്ങളിലെല്ലാം താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ നയനാർ ആ കത്ത് വാങ്ങി ഓർമ്മ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത് അവസരവാദിത്വം തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരുന്നത് അവർക്ക് ഘടനാപരമായി മധ്യ തിരുവിതാംകൂറിൽ ഗുണം ചെയ്യും. ഇപ്പോൾ പഞ്ചായത്തിലെ വിജയമൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് സത്യമാണ്. UDF-ന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ടായി, ഭരണവിരുദ്ധ വികാരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടതുപക്ഷത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം UDF കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നത്. ഇതിൽ നേട്ടം വാസ്തവത്തിൽ വരികയാണെങ്കിൽ മാണി ഗ്രൂപ്പിനുണ്ടാകുന്നുള്ളതിന് തർക്കമില്ല. കാരണം ഘടനാപരമായിട്ട് UDF-ന് വലിയ വോട്ട് കൊണ്ടുവരുന്ന ശക്തികളില്ല. കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ പിന്നെ ആരാ കോൺഗ്രസ്സിന് UDF-ന് വോട്ട് കൊണ്ടുവരുന്നത്? അപ്പോൾ കേരള കോൺഗ്രസ് പൊതുവേ രണ്ട് ഘടകങ്ങളും പഴയതുപോലെ ശക്തിയൊന്നുമില്ലെങ്കിൽ പോലും അവർക്ക് പോക്കറ്റിൽ കൈവയ്ക്കുന്ന ചില ബോറോകളുണ്ട്, ചില ഏരിയാസ് ഉണ്ട്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇല്ലാതെ ജയിക്കുവാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താകും? എന്നിട്ടും ആത്മവിശ്വാസം ഇല്ലായ്മയാണോ എന്നുള്ള ചോദ്യം ഉയരുകയില്ലേ? കോൺഗ്രസ് വോട്ടുകളെ വിശ്വാസമില്ലേ മധ്യ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് എന്ന് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും അണികളും ചോദിച്ചാലോ? അവിടെ സീറ്റ് മോഹികൾ നിരവധി ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിലുള്ള തോൽക്കുന്ന സീറ്റുകൾ പോലും ഏറ്റെടുത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകണം എന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ടല്ലോ. കുട്ടനാടും അതുപോലെ തന്നെ ഏറ്റുമാനൂരുമൊക്കെ ആ ഗണത്തിൽ വരുന്നതാണ്. ആ സമയത്ത് മാണി ഗ്രൂപ്പ് കൂടി വന്നാൽ ആ കോൺഗ്രസ് നേതാക്കൾക്ക് വിനയാകും. അതുപോലെ 10 സീറ്റ് കഴിഞ്ഞ തവണ മത്സരിക്കാൻ കിട്ടിയതിൽ 10 വേണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ്. അവർക്ക് ഒരു 4 സീറ്റെങ്കിലും അവിടെ മത്സരിക്കാൻ കിട്ടാതെ നഷ്ടമാകും. ഇതൊക്കെ ഒരു ബാധ്യതയായി മാറുകയില്ലേ? മുന്നണിയിലെ ഒരു കലഹത്തിൻ്റെ രൂപത്തിലേക്ക് വരികയില്ലേ? പിന്നെ അടിയൊഴുക്കുകളും ഉണ്ടാവുമല്ലോ. ഈ വരുന്ന ജോസ് കെ മാണിയെയും കൂട്ടരെയും തോൽപ്പിക്കുവാനുള്ള ശ്രമം നടന്നാൽ അമിത ആത്മവിശ്വാസം UDF-ന് ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഘടനാപരമായിട്ട് UDF അത്ര വലിയൊരു ശക്തിയൊന്നുമല്ല. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൊടുങ്കാറ്റിൽ അവർക്ക് കിട്ടിയ വിജയമാണ്. താങ്കൾ ചൂണ്ടിക്കാണിച്ച 2024 ലോക്സഭയിലെ വോട്ടെന്ന് പറയുന്നത് മോദി വിരുദ്ധ വോട്ടാണ്. കേന്ദ്രത്തിൽ ഈ BJP ഭരണം വരാതിരിക്കാനുള്ള കൂട്ടായ ശ്രമത്തിനകത്ത് പ്രതിപക്ഷ പാർട്ടികളും കൂടി LDF-ൻ്റെ ചില അണികൾ പോലും ഒരുപക്ഷെ UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്ക് ഇവിടെ പറയേണ്ട. പഞ്ചായത്തിൻ്റെ കാര്യം നമുക്കെടുക്കാം, സംശയമൊന്നുമില്ല. ലോക്സഭയുടെ ട്രെൻഡും പാറ്റേണും വേറെ ഒന്ന് തന്നെയാണ്. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മഞ്ജുഷ പറഞ്ഞ ഒരു കാര്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. സഭാ നേതൃത്വത്തിൻ്റെ സ്വാധീനമുണ്ട്. അത് സിനഡിൻ്റെ പശ്ചാത്തലമല്ല, അതിനു മുമ്പേ തന്നെ പാമ്പ്ളാനിയും മറ്റും ചൂണ്ടിക്കാണിച്ച ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ൽ ചേരണമെന്നൊരു സൂചന നമ്മൾ പത്രങ്ങളിൽ അക്കാലത്ത് വായിച്ചിട്ടുണ്ട്.
അപ്പോൾ അടിയൊഴുക്കുകളുണ്ട് എന്നുള്ള സത്യമാണ്. അപ്പോൾ ക്രൈസ്തവ സഭയെ സഭയുടെ പിന്തുണ ഒന്നുകൂടി ഉറപ്പിക്കണം. കാരണം സഭ എന്തായാലും ഇത്തവണ UDFൻ്റെ കൂടെയാണ്, അത് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് മാണി ഗ്രൂപ്പ് ഈ ജയിക്കാൻ പോകുന്ന ഒരു ബാൻഡ് വാഗണിനകത്ത് കയറണമോ അതോ തോക്കുമെന്ന് ഉറപ്പുള്ള LDFിനോട് നിൽക്കണോ, ഇങ്ങനെ ഒരു ചർച്ച അവിടെ വന്നിട്ടുണ്ടാകാം. മാത്രമല്ല ഞാനിത് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം, മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിൻ്റെ DNA ആണ് കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോഴും അവർ തമ്മിൽ ബദ്ധവൈരികളായ ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പാലാ, കോട്ടയം ഏരിയാസിൽ, ഇടുക്കി ഏരിയയിലൊക്കെ വളരെ ശക്തമായ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ കോൺഗ്രസ് സംഘടനാപരമായി നല്ല ശക്തിയായി 95 സീറ്റിൽ നിന്ന് ഒരു 55 സീറ്റ് ഉറപ്പായിട്ട് കിട്ടുമില്ല, 60 സീറ്റ് വരെ കിട്ടും എന്ന് ഉറപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്കുള്ള ഒരു ആത്മവിശ്വാസവും മുറയിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ സഭ ഇങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും അക്കാര്യത്തിൽ ഒന്ന് ചാഞ്ചാടുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഐഡിയോളജിയോ വാല്യൂസിനോ ഒരു കാര്യവുമില്ല. കേരള കോൺഗ്രസ്സിലെ ഈ 2 ഗ്രൂപ്പുകളും ഇതിന് പുറമേയുള്ള പല ഗ്രൂപ്പുകളും, അങ്ങനെ കേരള കോൺഗ്രസ് എത്രയോ പ്രാവശ്യം പിളർന്നിട്ടുണ്ട്. മാണിയുടെ സുവിശേഷവും നമുക്കറിയാമല്ലോ, വളരുമ്പോൾ പിളരും, പിളരുമ്പോൾ വളരും എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഐഡിയോളജി ഒരു പ്രശ്നമാകുന്നില്ല. എന്നാലും ഇതൊരു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.